നമ്മളെ കൂടെ ഉള്ളത് ഷാഫിയാണ്. നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മളെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ നീറ്റിന് സ്കോർ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. 651 മാർക്ക്. കേരള റാങ്ക് എത്രയായിരുന്നു? 588 മാർക്ക്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഏതൊക്കെ രീതിയിലായിരുന്നു നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ലാസ്റ്റ് ടൈമിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫോക്കസ് ചെയ്ത്. എന്ന് വെച്ചാൽ തിയറി പാർട്ട് ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്യാം. പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചെയ്ത് നോക്കുക. എന്നുവെച്ചാൽ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ NCERT ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുക. അതേപോലെ കെമിസ്ട്രി അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ബയോളജി പിന്നെ സാധാ പോലെ പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 10 ഇയർ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, നീറ്റ് ചാമ്പ്യൻ ഒക്കെ ഉണ്ടോ. പിന്നെ ഈ നമ്മൾ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്? ഓഫ്ലൈൻ ഓൺലൈൻ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. കാരണം ഓരോരുത്തർക്ക് എങ്ങനെ പഠിക്കാൻ എളുപ്പം അതനുസരിച്ചിരിക്കും. ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായിരിക്കും എളുപ്പം, കാരണം കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്, ഓഫ്ലൈൻ എക്സാമിനെ കുറിച്ചാണ് ചോദിച്ചത്. എക്സാം ഓഫ്ലൈൻ ആയിരിക്കും ബെറ്റർ. കാരണം ആ ഒരു നീറ്റ് അറ്റ്മോസ്ഫിയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല OMR ഷീറ്റ് ബബിളൊക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും ഒന്നൊരു. ഞാൻ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വർഷം നീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ക്വസ്റ്റ്യൻസ് ഉള്ള 180 മിനിറ്റ് 3 ഹവറിന്റെ എക്സാം ആയിരിക്കും. നമ്മൾ എഴുതിയ ടൈമിൽ 200 ക്വസ്റ്റ്യൻസ് നമുക്ക് 200 മിനിറ്റും അല്ല 200 മിനിറ്റ് തന്നെ അല്ലേ, 3 ഹവർ ആൻഡ് 20 മിനിറ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പൊ എങ്ങനെ സ്റ്റുഡൻസിന്റെ ഈ എക്സാമിൽ എങ്ങനെയൊക്കെ അവർ മാറ്റം വരുന്നത്? കാര്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ അവരെ എങ്ങനെയൊക്കെയാണ് അവർ എഴുതേണ്ടത്? അവർക്ക് എന്ന് പറയുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് പുതിയത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യം നീറ്റ് 180 ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. 180 ക്വസ്റ്റ്യൻസും 3 ഹവേഴ്സും. പിന്നെയാണല്ലോ ഓപ്ഷൻസ് കൊണ്ടുവന്ന് ടൈം കൂട്ടിയത്. അപ്പം വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, പണ്ട് ഇതുപോലെ തന്നെ. അതല്ല, ഈ എക്സാം ടഫ് ആവാൻ നല്ല ചാൻസ് ഉണ്ടോ ഈ വർഷം? എക്സാം ടഫ് ആവുക എന്ന് പറയുമ്പോൾ 200 ക്വസ്റ്റ്യൻ ഉള്ള സമയത്ത് നമുക്കൊരു സെക്ഷൻ A സെക്ഷൻ B ആയിരുന്നല്ലോ. എന്ന് വെച്ചാൽ സെക്ഷൻ Bയിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് മാറ്റാം. എന്ന് വെച്ചാൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഈ 180 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പം മറ്റേതിൽ നമുക്ക് കുറച്ച് അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഒഴിവാക്കി ഇടാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അഥവാ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ.